നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വന്നത് തൊട്ട് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ. നാട്ടിലേക്കുള്ളതുപോലെ തന്നെ വിദേശത്തേക്കുമുള്ള യാത്ര പാലിക്കേറ മലയാണ്. നിലവിൽ ഗൾഫിലെ നിബന്ധനകളിൽ ഇളവ് വരുത്തിയെങ്കിലും കേരളത്തിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പറഞ്ഞു വന്നത് വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധന തന്നെ. പറഞ്ഞു പ്രവാസികളുടെ നാവിലെ വെള്ളം വെച്ചെങ്കിലും അധികാരികൾ അതിന് മുതിരുന്നില്ല. 48 മണിക്കൂർ മുമ്പത്തെ കോവിഡ് പരിശോധന, ക്വാറന്റീൻ, ഇടയ്ക്കിടെ മാറുന്ന മാർഗനിർദ്ദേശങ്ങൾ, ഇതൊക്കെയും പ്രവാസികളെ ആകെ വലയ്ക്കുകയാണ്. കോവിഡ് കാലത്ത് വിമാനയാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പ്രവാസികൾക്ക് ആശങ്കകൾ ഏറെ. ഓരോ യാത്രയിലും 10,000 ടിക്കറ്റിനായി മുടക്കുന്ന പ്രവാസികൾക്ക് വിമാന കമ്പനികളും വിമാനത്താവള അധികൃതരും സർക്കാരുമെല്ലാം ഒരുക്കുന്നത് സൗകര്യമല്ല, മറിച്ച് കുരുക്കുകൾ തന്നെയാണ്. ഇത് തെളിയിക്കുന്ന വിധത്തിലാണ് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പുറത്തുവരുന്നത്. ഒരേ വീട്ടിൽ നിന്ന് വരുന്നവരിൽ 1-2 പേർ മാത്രം കോവിഡ് പോസിറ്റീവ് ആകുന്നതാണ് കുടുംബസമേതം വിദേശയാത്രയ്ക്ക് വിമാനത്താവളത്തിലെത്തുന്നവർക്ക് ഏറ്റവും അധികം നഷ്ടമുണ്ടാകുന്നത്. കോഴിക്കോട് വഴി ജിദ്ദയിലേക്ക് പോയ കണ്ണൂർ സ്വദേശി ടിക്കറ്റും 5 ദിവസത്തെ ക്വാറന്റീനും ഉൾപ്പെടെ 2 ആഴ്ച മുമ്പ് നൽകിയത് 80,000 രൂപ. ജിദ്ദയിലെത്തുന്നതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല താനും. ക്വാറന്റീൻ സൗകര്യം ഒരുക്കിയ ഹോട്ടലിൽ എത്തിയതോടെ കാര്യങ്ങൾ മാറി. 3 സ്റ്റാർ സൗകര്യത്തോടെയുള്ള താമസമായിരുന്നു എയർലൈൻ കമ്പനി വാഗ്ദാനം ചെയ്തത്. എന്നാൽ കോട്ടേഴ്സ് എന്ന് തോന്നിക്കുന്ന കെട്ടിടത്തിലാണ് താമസിപ്പിച്ചത്. കുടിക്കാൻ വെള്ളം പോലും ചോദിച്ചു വാങ്ങേണ്ടി വന്ന അവസ്ഥ. നാട്ടിൽ വിളിച്ച് ബന്ധുക്കൾ എയർലൈൻ കമ്പനിയിൽ വിളിച്ച് നിരന്തരം പരാതിപ്പെട്ട ശേഷമാണ് ഭേദപ്പെട്ട ഭക്ഷണം പോലും ലഭിച്ചത്. ഹോട്ടൽ മാറ്റി താമസം നൽകുന്ന എയർലൈൻ കമ്പനികൾ പതിവാക്കിയതായി അനുഭവസ്ഥർ വ്യക്തമാക്കുന്നു. ഇന്നലെ കോഴിക്കോട് വഴി ദമാമിൽ എത്തിയ തലശ്ശേരി സ്വദേശികൾക്ക് വാഗ്ദാനം ചെയ്ത 3 സ്റ്റാർ ഹോട്ടലിന് പകരം ക്വാറന്റീനായി നൽകിയത് കുടുസുമുറിയും. താമസിപ്പിച്ച മുറിയിൽ വൈദ്യുതി പോയിട്ട് മണിക്കൂറുകളായെന്നാണ് ഇന്നലെ രാത്രി വീട്ടിലേക്ക് വിളിച്ച് ഇവർ അറിയിച്ചതെന്നും ബന്ധുക്കൾ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ദമാമിലെത്തിയ ഭാര്യയ്ക്ക് ക്വാറന്റീൻ അനുവദിച്ചതായി നേരത്തെ അറിയിച്ചിരുന്ന 3 സ്റ്റാർ ഹോട്ടലിന് സമീപം കാത്തുനിന്ന തലശ്ശേരി സ്വദേശിയായ ഭർത്താവിന് പറയാനുള്ളതും സമാനമായ അനുഭവം തന്നെയാകുന്നു. ബുക്കിംഗിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് പറഞ്ഞതോടെ ആശങ്കയേറി. ഫോണിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവരെ കൊണ്ടുപോകുന്നത് മറ്റൊരു ഹോട്ടലിലേക്കാണെന്ന് മനസ്സിലായത്. ആ ഹോട്ടൽ അന്വേഷിച്ചെന്നപ്പോൾ കണ്ടത് ലോഡ്ജ് മുറിയേക്കാൾ ദയനീയമായ താമസ സൗകര്യം. ഇനി 5 ദിവസം ഇവർ ഇവിടെ കഴിയുകയേ രക്ഷയുള്ളൂ. നേരത്തെ ബുക്ക് ചെയ്തെന്നറിയിച്ച 3 സ്റ്റാർ ഹോട്ടൽ കോവിഡ് കാരണം അടച്ചുവെന്ന പച്ചക്കള്ളമാണ് എയർലൈനുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞതെന്നും ഭർത്താവ് വ്യക്തമാക്കി. മാതാപിതാക്കളും 2 കുട്ടികളും ഉൾപ്പെടെ 4 പേർക്ക് കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തത് 4 ആഴ്ച മുമ്പാണ്. 48 മണിക്കൂർ മുമ്പ് എടുത്ത RT-PCR പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസം രാവിലെ കിട്ടിയിരുന്നു. നെഗറ്റീവ് ആയതിനാൽ തന്നെ ധൈര്യപൂർവ്വം ഉച്ചയോടെ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. വീണ്ടും 4 പേർക്കും റാപ്പിഡ് പരിശോധന. കൂട്ടത്തിൽ ഒരാൾ പോസിറ്റീവ്, ഒപ്പമുണ്ടായിരുന്ന 3 പേരും നെഗറ്റീവ്. 4 പേരുടെയും യാത്ര മുടങ്ങി. ഭർത്താവിന് പിറ്റേ ദിവസം ജോലിക്കും കയറണം. യാത്ര മുടങ്ങിയതോടെ അത് മുടങ്ങി. ഇനിയും 10-15 ദിവസമെങ്കിലും അധിക അവധി ചോദിക്കണം. ഡേറ്റ് ചേഞ്ച് പെനാൽറ്റിയായി 4,500 രൂപ നൽകേണ്ടി വരും. ഇനി അടുത്ത യാത്രയ്ക്ക് വീണ്ടും 48 മണിക്കൂർ മുമ്പത്തെ RT-PCR പരിശോധന, വിമാനത്താവളത്തിലെ റാപ്പിഡ് ടെസ്റ്റ്, വിമാനത്താവളത്തിലേക്കുള്ള യാത്ര, ഇതിനെല്ലാം പണം മുടക്കണം. അപ്പോഴും യാത്ര നടക്കുമോ എന്ന കാര്യത്തിൽ ഫലത്തിൽ ഒരു ഉറപ്പുമില്ല. വിദേശയാത്രയ്ക്ക് വിമാന ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാത്ത നയമാണ് പലപ്പോഴും വിമാന കമ്പനികൾ സ്വീകരിക്കുന്നത്. ഇത് യാത്രക്കാർ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോവിഡ് സാഹചര്യമായതിനാൽ തന്നെ പോസിറ്റീവായാൽ യാത്ര മാറ്റിവെക്കേണ്ടി വരുമ്പോൾ എന്തു ചെയ്യണമെന്നോ, ഗ്രൂപ്പ് ടിക്കറ്റുകളിൽ കൂട്ടത്തിൽ ഒരാൾ പോസിറ്റീവായാൽ എന്തു ചെയ്യണമെന്നോ തുടങ്ങി 100 ചോദ്യങ്ങളാണ് ഓരോ യാത്രക്കാർക്കും ചോദിക്കാനുള്ളത്. എന്നാൽ കൃത്യമായ കസ്റ്റമർ കെയർ സേവനം ലഭ്യമാക്കാത്തതിനാൽ തന്നെ ടിക്കറ്റ് എടുത്ത ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമായി വന്നാൽ നെട്ടോട്ടമോടേണ്ട അവസ്ഥ. എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള അപൂർവം കമ്പനികൾ മാത്രമാണ് പിഴ ഒഴിവാക്കി ടിക്കറ്റ് മാറ്റി നൽകാൻ തയ്യാറാകുന്നതെന്ന് ട്രാവൽ ഏജൻസികളും ചൂണ്ടിക്കാണിക്കുന്നു. അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കുന്നതും യാത്രക്കാർക്ക് കടുത്ത മാനസിക സമ്മർദ്ദമാണ് നൽകുന്നത്. ആഭ്യന്തര യാത്രകളെയാണ് വിമാനം റദ്ദാക്കൽ കൂടുതലും ബാധിക്കുന്നതെങ്കിലും കണക്ഷൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചെടുത്ത ടിക്കറ്റ് ആണെങ്കിൽ കാര്യങ്ങൾ ആകെ മാറിമറിയും. വിമാനം അപ്രതീക്ഷിതമായി റദ്ദാക്കുന്നതോടെ തുടർ യാത്രകളും അനുബന്ധ കാര്യങ്ങളുമെല്ലാം തന്നെ വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ട അവസ്ഥ. അവസാന നിമിഷത്തെ സർവീസ് റദ്ദാക്കലുകളിലൂടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പ്രവാസികൾ ഒന്നടങ്കം പറയുന്നത്. യാത്ര മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ തുക തിരികെ നൽകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി അറിയിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുകയാണ്. ക്വാറന്റീൻ ആവശ്യമുള്ള രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഹോട്ടൽ ബുക്കിംഗ് എയർലൈൻ കമ്പനികൾ കുത്തകയാക്കി വയ്ക്കരുതെന്നും യാത്രക്കാർക്കോ ട്രാവൽ ഏജൻസികൾക്കോ ഹോട്ടലുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നും ആവശ്യവും പ്രവാസികൾ ഒന്നടങ്കം പറയുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.